എന്താണ് മേഘവിസ്ഫോടനം? എങ്ങനെയുണ്ടാകുന്നു? നമുക്ക് പരിശോധിക്കാം. വളരെ കുറഞ്ഞ സമയത്തിനകം ഒരു പ്രദേശത്തുണ്ടാകുന്ന അതിശക്തമായ പേമാരിയാണ് മേഘവിസ്ഫോടനം എന്ന് പറയുന്നത്. നിമിഷങ്ങൾ കൊണ്ട് മേഘവിസ്ഫോടനമുണ്ടാകുന്ന പ്രദേശം മുഴുവൻ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും കൊണ്ട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. കാറ്റും ഇടിയും മിന്നലും കൂടിയാകുന്നതോടെ ആ പ്രദേശം അക്ഷരാർത്ഥത്തിൽ ഒരു പ്രളയമായി മാറുന്നു. പൊതുവെ മണിക്കൂറിൽ 3 മില്ലിലിറ്ററിൽ കൂടുതൽ മഴ ഒരു സ്ഥലത്ത് ലഭിച്ചാൽ അതിനെ മേഘവിസ്ഫോടനം എന്ന് പറയാം. മേഘങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിപ്പമേറിയ ഇനമായ കുമുലോ നിംബസ് എന്ന മേഘങ്ങളാണ് മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നത്. എന്നാൽ എല്ലാ കുമുലോ നിംബസ് മേഘങ്ങളും മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നുമില്ല. മേഘവിസ്ഫോടനത്തിന് കാരണമായ മേഘങ്ങൾക്ക് ചില പ്രത്യേകതകൾ ഉണ്ടായിരിക്കും. ഈർപ്പം നിറഞ്ഞ ഒരു വായുപ്രവാഹം ഭൗമോപരിതലത്തിൽ നിന്ന് അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് ഉയരുകയും ഘനീഭവിക്കുകയും ചെയ്യുമ്പോഴാണ് മേഘങ്ങൾ രൂപപ്പെടുന്നത്. എന്നാൽ കുമുലോ നിംബസ് മേഘങ്ങൾ രൂപപ്പെടുമ്പോൾ അവ അന്തരീക്ഷത്തിന്റെ താഴെ തട്ടിൽ നിന്ന് ആരംഭിച്ച് 15 കിലോമീറ്റർ ഉയരത്തിൽ വരെ എത്താം. തുലാമഴയുടെ സമയത്തും കാലവർഷത്തിൽ വലിയ കാറ്റോടു കൂടിയ വലിയ മഴയുണ്ടാകുമ്പോഴും ഇത്തരം മേഘങ്ങളെ ചിലപ്പോഴൊക്കെ കേരളത്തിൽ കാണാറുണ്ട്. ഇത്തരത്തിലുണ്ടാകുന്ന കൂറ്റൻ കുമുലോ നിംബസ് മേഘങ്ങളാണ് മേഘവിസ്ഫോടനം ഉണ്ടാക്കുന്നത്. ഇത്തരം മേഘത്തിനുള്ളിൽ ശക്തമേറിയ വായുപ്രവാഹം വലിയ ചംക്രമണ രീതിയിൽ രൂപപ്പെടും. ഇത് മേഘത്തിന്റെ നടുഭാഗത്ത് കൂടി മുകളിലേക്ക് ഉയരും. ഈ മേഘങ്ങളുടെ താഴെ തട്ടിൽ ജലകണങ്ങളും മുകളറ്റത്ത് ഐസ് ക്രിസ്റ്റലുകളുമാണ് ഉണ്ടാവുക. അന്തരീക്ഷത്തിന്റെ മുകൾ തട്ടിലേക്ക് വേഗത്തിലെത്തിക്കുന്ന കുമുലോ നിംബസ് മേഘങ്ങൾ ഇവ രൂപപ്പെടുന്ന സ്ഥലത്തെ പ്രത്യേകതകൾ കാരണം പതിവിലും ഉയർന്ന അളവിൽ അന്തരീക്ഷ ഈർപ്പം ആവാഹിച്ചേക്കാം. ഭൗമാന്തരീക്ഷത്തിന്റെ 10 കിലോമീറ്ററിലും മുകളിലത്തെ താപനില എന്ന് പറയുന്നത് 40 മുതൽ 60 ഡിഗ്രി വരെ സെൽഷ്യസ് ആണ്. ഇത് കാരണം ഈർപ്പം മഞ്ഞ് കണങ്ങളായി മാറും. ഈ കാറ്റിന്റെ മുകളിലേക്കുള്ള പ്രവാഹം കുറച്ച് ശമിക്കുന്നതോടുകൂടി മഞ്ഞ് കണങ്ങൾ ഭൂഗുരുത്വാകർഷണത്തിൽപ്പെട്ട് താഴേക്ക് പതിക്കുന്നു. വലിയ മഞ്ഞ് കണങ്ങൾ കൂടുതൽ ചെറിയ കണങ്ങളായി മാറും. ഭൂമിയുടെ ഉപരിതലത്തിനടുത്തെത്തുമ്പോൾ അന്തരീക്ഷ താപനില ഉയർന്നതായതിനാൽ മഞ്ഞ് കണങ്ങൾ ജലതുള്ളികളായി മാറും. ഇത് ശക്തമായ പേമാരിയായി ഭൂമിയിൽ പതിക്കുന്നു. ഇതാണിപ്പോൾ കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിൽ ഉൾപ്പെടെ കേരളത്തിൽ പലയിടത്തും സംഭവിക്കുന്ന പ്രതിഭാസം.